Guys, 2026 is officially just in few days. And as we discussed in part 1, in 2025 തീരുന്നതിന് മുന്നേ we can do a lot of things to make our 2026 a better year. So, here is the next part of our series, 5 things to do before 2026. So, our tip number 2 is to reconnect with someone. നമ്മുടെ ലൈഫിൽ കുറേ ആൾക്കാർ വന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പം നമ്മുടെ എന്താ പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഈഗോ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ സിംപ്ലി ഡിസ്റ്റൻസ് കൊണ്ടോ നമ്മുടെ ലൈഫിൽ മേജർ റോളായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെറിയൊരു പാർട്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പൊ കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മിണ്ടാതെ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു 2026 പോകുന്നതിന് മുന്നേ ഈ ഒരു 2025 വെച്ച് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് അങ്ങനെ പോയ ഒരു ഫ്രണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഒരു കസിനോ അങ്ങനെ ആരും ആവാം, ആ ഒരു ആൾക്ക് നമ്പർ എവിടുന്നേലൊക്കെ തപ്പി പിടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോഴാണെങ്കിലും ഹായ് എന്തുകൊണ്ട് വിശേഷം, സുഖമാണോ, എങ്ങനെ ഒന്ന് ലൈഫൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പഴയ ബോണ്ട് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. നമ്മുടെ ലൈഫിൽ ആ ഒരാളിനെ നമുക്ക് തിരിച്ചു കിട്ടും. സോ നമ്മൾ ഈ ഒരു 2025 വെച്ച് തന്നെ നമ്മൾ ഈഗോസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ കളയുവാണെങ്കിൽ വിൽ ഹാവ് എ ഗുഡ് ഇയർ ഇൻ 2026. ഇത് ജസ്റ്റ് ആ ഒരു ബോണ്ട് മാത്രമല്ല തിരിച്ചു കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് വേ ടു ബി ഹാപ്പി ഇൻ യുവർ ലൈഫ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് നാട്ടിലുള്ള. അപ്പം അവരാരെങ്കിലും എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കുകയോ ചെയ്യുമ്പോൾ എനിക്കൊരു എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരു സന്തോഷം, നമ്മൾ ആ ഒരു പഴയ ഒരു ഇതിലോട്ട് തിരിച്ചു പോകുന്ന പോലെ തോന്നും. അപ്പം ചിലപ്പോൾ കോണ്ടാക്ട് ഇല്ലാതായിട്ട് കുറേ നാളായ കുറേ ആൾക്കാർ നമ്മുടെ ലൈഫിൽ കാണും. അപ്പം ഇങ്ങനെ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ജസ്റ്റ് ഒരു ഇപ്പം എല്ലാവർക്കും നമ്പർ കാണുമല്ലോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണെങ്കിലും ജസ്റ്റ് ഒരു ഹായ് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ നാളായാലും വിവരമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒന്ന് അയച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കും വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്ട്രെസ് റിലീഫും അങ്ങനെയെല്ലാം നമുക്കും ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ കിട്ടും. സോ ദ നെക്സ്റ്റ് തിങ് ടു ഡു ബിഫോർ 2025 ends is to build a small habit. ഈ സ്മോൾ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ് ഇസ് ലൈഡ് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ ആ എക്സാം 50 മാർക്സിലാണ്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ഒരു 40 മാർക്സ് കിട്ടിയെന്ന് വെച്ചോ, അയ്യോ എനിക്ക് 10 മാർക്ക് ലോസ് ആയെന്നേ നമ്മൾ അന്നേരം ആലോചിക്കത്തുള്ളൂ. എന്നാ എനിക്ക് 40 മാർക്സ് കിട്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 25 മാർക്കാന്ന് വെച്ചോ, 25 മാർക്സാന്ന് വെച്ചോ, എനിക്ക് 25 മാർക്സ് കിട്ടി, ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ 25 മാർക്സ് കിട്ടി 50-ല് അങ്ങനെ ആലോചിക്കേണ്ടതിന് പകരം ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ. പക്ഷെ ഇത് എന്നോട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അതിന് പകരം എന്റെ നാക്ക് കുഴയുന്നുണ്ട്, പക്ഷെ ഓക്കെ അതിന് പകരം നമ്മളിപ്പം ഇപ്പം മാർക്ക് കിട്ടി, എനിക്ക് 25 മാർക്സ്, ഇത്ര മാർക്ക് എനിക്ക് കിട്ടിയോ, ഞാൻ ഇത്ര പഠിച്ചോ എനിക്ക് 25 മാർക്സ് കിട്ടി. ആ ഒരു സന്തോഷത്തോടെ നമ്മൾ ആ ഒരു മാർക്കിനെ കാണുമ്പോൾ നമ്മുടെ ആ ഒരു വേ ഓഫ് എന്താ പറയുന്നത് ആ ഒരു എന്താ പറയുന്നത് നമുക്ക് ആ ഒരു സംഭവം നമുക്ക് അത്ര ഒരു പോസിറ്റിവിറ്റി നമുക്ക് നമ്മളുടെ ബ്രെയിന് നമ്മൾ കൊടുക്കും. അപ്പോൾ എനിക്കിതില്ല അല്ലെ എനിക്ക് ആ ഇപ്പം 25 മാർക്സ് പോയി, അതിന് പകരം നമുക്ക് 25 മാർക്സ് കിട്ടിയെന്നുള്ള കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കണം ആദ്യം. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ഇപ്പം നമുക്ക് ചിലപ്പോൾ എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു സാധനം ഇല്ലായിരിക്കും, പക്ഷെ അതൊന്ന് അത്ര നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുന്നത് ഒരു നീഡ് ആയിരിക്കത്തില്ല, നമുക്ക് വേണ്ടി ലൈക്ക് ഐ വോണ്ട് ദാറ്റ് അങ്ങനെയുള്ളൊരു സംഭവമായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടെന്ന് നമ്മൾ കാണുന്നില്ല. അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും വെള്ളം കാണും, ഡ്രസ്സ് കാണും, ഫുഡ് കാണും, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ പറയുന്നത് നമ്മൾ അതൊന്നും നമുക്കുള്ളതായിട്ട് നമ്മൾ അതിനെ ഇതാക്കുന്നില്ല. കാരണം
നമ്മളുടെ മനസ്സിൽ എപ്പോഴും നമ്മൾക്ക് ഇല്ല 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 അങ്ങനെയുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. സോ ടേക്ക് എ മൊമെന്റ്, പോസ് ആൻഡ് തിങ്ക് അബൌട്ട് വാട്ട് യു ഹാവ്. ഇതിനെ പറ്റി പറയുമ്പം നമ്മൾ വൺസ് ഇൻ എ മന്ത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 വീക്സ് കൂടി ഇരിക്കുമ്പോഴൊക്കെ നമ്മളൊരു പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക, നമ്മളൊന്ന് ആലോചിക്കുക നമ്മളുടെ ലൈഫിൽ എന്തൊക്കെയുണ്ട്. അതായത് ഇന്ന് എനിക്ക് ജീവിക്കാൻ പറ്റിയ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന് എനിക്ക് വെള്ളം ഉണ്ടായിരുന്നു, ഇന്ന് എനിക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ നല്ലതായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്താ പറയുന്നത്, നമ്മളെല്ലാവരും എനിക്കിത് വേണം, എനിക്ക് ആ സാധനം വേണം, അങ്ങനെയുള്ളൊരു മൈൻഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്നാൽ എനിക്കിത് ഉണ്ടെന്ന് നമ്മൾ ആരും ആലോചിക്കാറില്ല. സോ ഈ 2025 തീരുന്നതിന് മുന്നേ ട്രൈ ആൻഡ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡിൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പോലും നമ്മളുടെ ആ ഒരു വേ ഓഫ് തിങ്കിങ് മാറുവാണ്. നമുക്ക് ഇന്ന സാധനം ഇല്ല എന്നുള്ളതിൽ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടെന്നുള്ളൊരു സംഭവം നമ്മുടെ മൈൻഡിൽ വരും. അപ്പം ഈ ഒരു 2025 തീരുന്നതിന് മുന്നേ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് ആക്ച്വലി മേക്സ് യുവർ ലൈഫ് വേ മോർ ഈസിയർ ആൻഡ് സിമ്പിൾ. ആൻഡ് ദ ഫോർത്ത് തിങ് ടു ഡു ബിഫോർ 2026 ഈസ് ടു ക്രിയേറ്റ് എ വിഷൻ ബോർഡ്. ഈ വിഷൻ ബോർഡ് എന്താണെന്ന് ആദ്യം പറയാം. സോ ബേസിക്കലി ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ അത് ഈ 2026 നമ്മൾ അച്ചീവ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്ത് ഒരു ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് നമ്മൾ എല്ലാ ദിവസവും കാണുന്നിടത്ത് വെക്കുന്നൊരു പരിപാടിയാണ് ഈ വിഷൻ ബോർഡ്. അപ്പം ഈ വിഷൻ ബോർഡ് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷൻ ബോർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബോർഡിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കിത് ഫോണിൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ വോൾ പേപ്പർ ആയിട്ട് വിടാം. അപ്പം ഞാനിപ്പം ബോർഡായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. അപ്പം ബോർഡായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാം. എങ്ങനെയാണ് വിഷൻ ബോർഡ് ഇരിക്കുന്നതെന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പം ഈ വിഷൻ ബോർഡ് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഒരിടത്ത് വേണം പ്ലേസ് ചെയ്യാൻ. ഇപ്പം നമുക്ക് ആരും കാണരുത് എന്നുള്ള ആണെങ്കിൽ നമ്മൾ മാത്രം കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ ആ വിഷൻ ബോർഡ് പ്ലേസ് ചെയ്യാം. പക്ഷെ അത് എല്ലാ ദിവസവും കാണുന്നിടത്തായിരിക്കണം. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഈ വിഷൻ ബോർഡ് കാണുമ്പം നമുക്ക് ഒരു ഇത് വരും, ഓക്കെ എനിക്ക് 2026 ഇത് അച്ചീവ് ചെയ്യണം, എനിക്ക് ഈ വിഷൻ ബോർഡ് വർക്ക് ചെയ്യുമോ എന്ന് നോക്കണം. അങ്ങനെ ഒരു ഇത് വരുമ്പം നമുക്ക് തന്നെ നമ്മളുടെ ഇന്നർ സെൽഫ് പറയും, ഓക്കെ യു ഹാവ് ടു ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, അങ്ങനെ പറയും. അപ്പം എന്താ പറയാ, ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലും ഒരു 2-3 ഗോൾസ് എങ്കിലും കാണുമല്ലോ. അപ്പൊ ഈ ഗോൾസ് എല്ലാം നമ്മൾ നോക്കി എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ഈ വിഷൻ ബോർഡിനകത്ത് ഹെൽത്ത്, വെൽത്ത്, പിന്നെന്താ റിലേഷൻഷിപ്സ്, അങ്ങനെ എഡ്യൂക്കേഷൻ, അങ്ങനെ എല്ലാ പാർട്ടും വരും. ഇപ്പം നമ്മൾ എന്നെ പോലെ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാത്തിനും നല്ല ഗ്രേഡ്സ് വേണം, അതിൻ്റെ ഒരു പിക്ചർ പിൻട്രസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ എവിടെന്നെങ്കിലും എടുക്കുക, ആ ബോർഡിനകത്ത് ആഡ് ചെയ്യുക. അപ്പം നമുക്ക് ആ ഒരു ഇത് വരും, ഓക്കെ എനിക്ക് നല്ല ഗ്രേഡ്സ് കിട്ടണം, അതിനുവേണ്ടി ഞാൻ പഠിച്ചാലേ പറ്റത്തുള്ളൂ. സോ വിൽ ടേക്ക് സം സ്റ്റെപ്സ് ടു ഡു ഇറ്റ്. അപ്പം ബേസിക്കലി ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുന്നത്, ഈ നമ്മൾ ഡെയിലി റിമൈൻഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യത്തില്ലേ, ഇന്ന കാര്യം നമുക്കിപ്പോൾ ചെയ്യാനുണ്ട്, അങ്ങനെ അതുപോലെ നമുക്ക് നമ്മളുടെ ലൈഫിന് വേണ്ടിയുള്ള ഒരു റിമൈൻഡറാണ്. അതായത് ഈ ഒരു വർഷം നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിമൈൻഡർ ടു റിമൈൻഡ് യുവർ സെൽഫ് ദാറ്റ് യു ഹാവ് ടു ഡു ഇറ്റ് ആൻഡ് യു ക്യാൻ ഡു ഇറ്റ്. സോ ഈ 2025 തീരുന്നതിന് മുന്നേ create a vision board and see if it actually works. So the last thing that you should do before 2025 ends is to reflect on your 2025. അപ്പം നമുക്ക് ഈ ഒരു വർഷം വളരെ അടിപൊളി വർഷമായിരുന്നായിരിക്കാം, ചിലപ്പോൾ കൊള്ളത്തില്ലായിരുന്ന വർഷമായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ ആയിരുന്ന ഒരു വർഷമായിരിക്കാം. അപ്പം നമ്മുടെ ലൈഫിൽ ഈ വർഷം വന്ന മിസ്റ്റേക്സ് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്ത് അതുപോലെ നമ്മൾ 2026 നമ്മൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ അതിൽ വർക്ക് ചെയ്ത് നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ അടിപൊളിയാക്കാം. അപ്പോൾ
these are the 5 things that I suggest you to do. So hope you all liked my video. ഇത് ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്തോ എന്ന് കമൻറ്റ് ചെയ്യുക. So thanks for watching. Do like, share and subscribe my channel. Bye for now.